ഞാനൊരിക്കൽ ഫൊറോണ വികാരിയായിരുന്നു. പക്ഷെ എനിക്ക് ഫൊറോണ വികാരി ഞാനൊരു 2 കൊല്ലം പോയപ്പോഴേ സഭയ്ക്ക് മനസ്സിലായി എനിക്കതിൻ്റെ ഉത്തരവാദിത്തങ്ങളെ. കാര്യം ഞാൻ മിക്കവാറും പുറത്ത് ധ്യാനത്തിലാണ് ധ്യാനിപ്പിക്കാൻ പോകും. ബിഷപ്പൊക്കെ എന്നെ വിളിക്കണത് ശാന്തം പറയുന്നൊക്കെ വിളിക്കണത്. അപ്പം പിതാവ് തന്നെ പറഞ്ഞ് ഇത് നടക്കുക എന്ന് ചോദിച്ച്. അപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം. അങ്ങനെ നേരെ കൊണ്ടുവന്ന് ഒരു 10-35 വീട്ടുകാരുള്ളൊരു പള്ളി കൊണ്ടുവന്ന് വെച്ചു, ചാപ്പൽ പൂർണ്ണവികാരം ഡീപ്പ്. പക്ഷെ അവിടുന്ന് അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു, എനിക്കും തോന്നിയായിരുന്നു അത് ഞാൻ ചെയ്ത തെറ്റിന് ശിക്ഷ. കാര്യം ഒരു പാരിഷ് പീസിൽ നിന്ന് ഇങ്ങനെ വ്യാപകമായ രീതിയിൽ ഒരു ഇവാഞ്ചലിസ്റ്റിക് പ്രോഗ്രാം സഭ ആ പ്രൊഫഷനിലില്ല, കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതുപോലെയുള്ള വലിയ ഉത്തരവാദിത്തങ്ങൾ സഭയിൽ ഏറ്റെടുത്ത് നടത്താൻ ചില സമയത്ത് തടസ്സങ്ങൾ വരും. അപ്പം സഭ അത് എല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എന്നെ ക്രമീകരിച്ച അവസാനം. പക്ഷെ ആ പ്രോസസ്സ് നമ്മൾ ഉൾക്കൊള്ളാൻ വലിയ പാടായിരിക്കും ആദ്യകാലങ്ങളിൽ. എനിക്ക് കുറച്ച് പാടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ചിലർക്കൊക്കെ അത് ഭയങ്കര പ്രയാസമാണ്. ഇപ്പം ഞാൻ ക്യാമനാണെന്ന് പറയുകയല്ല, എനിക്ക് വേറെ ശുശ്രൂഷകൾ ഉള്ളത് കൊണ്ടാണ് എനിക്കത് ആശ്വാസമായി മാറിയത്. മറ്റേ ശുശ്രൂഷ ഇല്ലാത്തവർക്കത് കൂടുതൽ ഭാരം.